ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചായയെല്ലാം റെഡിയായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ബിസ്ക്കറ്റ് കൂട്ടിയിട്ട് ചായ കുടിക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ബിസ്ക്കറ്റ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂട്രി ചോയ്സിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ കഴിക്കാറുള്ളത്. എനിക്ക് ആ ബിസ്ക്കറ്റാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ പിന്നെ അത് എപ്പോഴെങ്കിലും കഴിക്കുള്ളൂ കേട്ടോ. ബിസ്ക്കറ്റൊക്കെ എപ്പോഴൊന്നും ബിസ്ക്കറ്റ് കഴിക്കുന്ന പരിപാടിയില്ല. അതും കഴിക്കുകയാണെങ്കിൽ അങ്ങനെ രാവിലെ ചായക്ക് ഒന്നോ രണ്ടെണ്ണോ എടുത്ത് കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്നൊരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അക്ഷയ അവിടെ എന്താ പറയുക ഫോൺ ചാർജ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൊണ്ടുവച്ച് അങ്ങനെ ചായ കുടിക്കുകയാണ്. നമ്മുടെ ഏട്ടൻ ചായ ആകുമ്പോഴേക്കും പാല് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞ് പോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഏട്ടനെ ഒന്നും കാക്കാൻ നിന്നില്ല. നമുക്ക് കഴിച്ചിട്ട് വേണമല്ലോ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വേഗം വന്നു കേട്ടോ. പിന്നെ ഈ കാണിച്ചത് നമ്മുടെ പച്ച നിലക്കടലയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഏട്ടൻ വരുമ്പോൾ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാനത് ഒരു കപ്പ് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കപ്പ് എടുത്തതിന് ശേഷം അത് നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ 2 പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉപ്പ് ചേർക്കാൻ മറന്നുപോയി കേട്ടോ. പിന്നെ ആദ്യം ഓപ്പൺ ചെയ്തിട്ട് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ വെച്ച സമയം കൊണ്ട് പാലൊക്കെ വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ വേഗം തന്നെ പാലൊന്ന് കാച്ചാൻ വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ 2 വലിയ ഉള്ളി, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അത് കാണിക്കാൻ മറന്നുപോയതാണ്. അതിന് ശേഷം പിന്നെ ഞാൻ ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുത്തു കേട്ടോ. അത് നന്നായി തന്നെ പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വലിയ ഉള്ളി എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് എന്താ പറയുക ഇതിൻ്റെ എല്ലാം ഒന്ന് വാടി വന്നതിന് ശേഷം 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. ഇത്രയും മസാലപ്പൊടികൾ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 2 പഴുത്ത തക്കാളി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് നമ്മുടെ കാഷ്യൂ നട്ട് ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് ചെറുതായി തന്നെ ഒന്ന് വഴണ്ടോട്ടെ കേട്ടോ, അപ്പോഴേ നന്നായിരിക്കുള്ളൂ. അപ്പോൾ ഏകദേശം നന്നായി തന്നെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എത്രത്തോളം വഴണ്ടണോ അത്രത്തോളം നമ്മുടെ കൂട്ടാൻ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഏകദേശമൊക്കെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായി തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ പ്ലേറ്റിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ഒന്ന് ആറി വരട്ടെ. അപ്പോൾ എല്ലാം നമ്മൾ നമ്മുടെ കിണ്ണത്തിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ ചീനച്ചട്ടിനെല്ലാം തുടച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചീനച്ചട്ടി ഇപ്പോൾ കഴുകണ്ട കേട്ടോ. അപ്പോൾ അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് കറി വെക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ കുറച്ചൊക്കെ മസാല ഉണ്ടല്ലോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കുക്കറൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ എന്താ പറ്റിയത് പറഞ്ഞാൽ നമ്മുടെ കടല വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും അത് അടുപ്പി വെച്ചിട്ട് ഒരു 2-3 വിസിലും കൂടെ അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. അത് വേവലും പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളി ആറലും ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് വന്ന് മിറ്റ് ഒടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേഗം തന്നെ വന്ന് മിറ്റ് ഒടിക്കാനായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും തന്നെ അതെല്ലാം റെഡി ആകുമല്ലോ. അപ്പോൾ വേഗം തന്നെ ഒന്ന് മിറ്റ് ഒടിക്കുന്നുണ്ട്. നമ്മുടെ അശ്വനാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോക്ക് ഇത്തിരി ആട്ടം. ഇതാ കണ്ടോ, 2 ദിവസമായിട്ടോ ഇത് വാങ്ങിയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ മറന്നുപോയി. നമ്മൾ റെഡ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ വേറൊരു പൂക്കുന്ന ഒരു ചെടി വാങ്ങിയിട്ടുണ്ട്, പിന്നെ വെള്ള റെഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് 3 നമ്മൾ വാങ്ങിയതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കാണിക്കുന്ന 3 ചെടികൾ നമുക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാനൊരു ചട്ടിയിലാക്കി വെച്ചാണ്. ഇനി നമ്മുടെ റെഡൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് വെള്ള ചെമ്പരത്തിയാണ് കേട്ടോ. ഈ ചെടികളൊക്കെ നമ്മൾ അക്ഷയ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. അത് ഞാൻ വെച്ച് കൊടുത്താണ്. ഇത് പിന്നെ ഒരു വെള്ള പൂക്കുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നതാണ്. അത് രണ്ടും ഞാൻ വെച്ചു, പക്ഷേ ചട്ടി വെക്കേണ്ടത് വെച്ചിട്ടില്ല കേട്ടോ. അതൊന്ന് വെച്ച് കൊടുക്കണം. പിന്നെ ഞാൻ വേഗം തന്നെ വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കർ നന്നായി വിസിലടിച്ച് നമ്മുടെ കടലയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനത് വേഗം തന്നെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉപ്പേരിക്കൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കൊത്തവരയ്ക്ക, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വഴുതിനിങ്ങ കേട്ടോ. ഇത് 3 കൂടെ കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒന്ന് കഴുകി എടുത്തിട്ട്
നമ്മുടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം വേണ്ട. എന്താ പറഞ്ഞാൽ നമുക്ക് വെള്ളം അവസാനം കളയേണ്ട രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. വെള്ളം കളയുമ്പോൾ എന്തറിയോ അതിൻ്റെ സത്ത് കൂടെ വെള്ളത്തിൽ പോകും. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ചേർത്ത് കടുക് വറുത്തെടുക്കണം കേട്ടോ നല്ലത്. അപ്പോൾ വെള്ളം ചേർത്തു, ഉപ്പ് ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്ത് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ എന്താ പറയുക ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ ആറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് അരച്ചോളൂ കേട്ടോ. നല്ല മഷി പോലെ അരഞ്ഞോട്ടോ, അപ്പോഴാണ് നന്നായിരിക്കുക. നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടില്ല കേട്ടോ. ഞാനപ്പോൾ അത് അപ്പുറത്തേക്ക് മാറ്റി കൊടുത്തു. പിന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തു. നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കസ്തൂരി മെത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ചിട്ട് വന്നിട്ട് നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് കിണുപ്പ് എത്ര വേണോ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് ഒരുപാട് ലൂസ് വേണ്ട, എന്നാലും ഒരു കുറുക്കന വേണം കേട്ടോ നമ്മുടെ കൂട്ടാൻ, അപ്പോഴാണ് നന്നായിരിക്കുക. അപ്പോൾ ഞാൻ മിക്സി കഴുകിയ വെള്ളമൊക്കെ ചേർത്ത് നമ്മുടെ കൂട്ടാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ കുക്കർ വിസിലടിച്ചു. ഞാനതൊന്ന് ഓഫ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ കടല നന്നായി തന്നെ തിളച്ച് വന്നപ്പോൾ കടലയല്ല നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടലയും ആ വെള്ളവും കൂടെ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രേവി ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് നന്നായി വഴറ്റിയിട്ടാണ് നമ്മളിതെല്ലാം അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായി തിളച്ച് വന്നതിന് ശേഷം തന്നെ നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കാം. കടലയും കൂടി ഇട്ട് നന്നായി തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര, അതുപോലെ 1 സ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് കസ്തൂരി മേത്തി അതെല്ലാം ചേർത്ത് കൊടുത്തു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് പനീറല്ല പീനട്ട് മസാലയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കിനി വേണമെങ്കിൽ ഈ സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ബട്ടറൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഫസ്റ്റ് ചേർത്തിട്ടുണ്ട്, അത് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പീനട്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഞാനപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ഉപ്പേരി ഒന്ന് കടുക് വറുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചീനച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ കടുക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ വലിയ ഉള്ളി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുത്ത് നമ്മുടെ ഉപ്പേരി നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതവിടെ ചെറിയ തീയിൽ കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് റെഡി ആവട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് ഞാനൊരു കുഞ്ഞ് പിടി 1.5 പിടി കേട്ടോ പരിപ്പ് എടുത്തിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. അത് കഴുകിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ എന്താ പറയുക കുറച്ച് തക്കാളി, ഒരു 3 ചെറിയ തക്കാളി ആയ കാരണം ഒരു 3 എണ്ണം ചേർത്ത് കൊടുത്തു. പിന്നെ 3 പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, ഇതെല്ലാം ചേർത്തിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ട് വിസിലടിപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇപ്പുറത്തേക്ക് ഞാൻ ഡ്രൈ ആകാൻ വെച്ചതിന് ശേഷം നമ്മുടെ കുക്കർ അവിടെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക്, ഒരു 1/4 സ്പൂൺ നമ്മുടെ സാദാ ജീരകം നന്നായി തന്നെ ഇടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് ഇടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിന്ന് ചപ്പാത്തിയാണ് കേട്ടോ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയം കൊണ്ട് ഇതെല്ലാം ഒന്ന് ഉരുണ്ട പിടിച്ച് പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുക്കർ 3-4 വിസിലടിച്ചപ്പോൾ ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ആ അടുപ്പിലേക്ക് നമ്മുടെ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ചപ്പാത്തി ഇങ്ങനെ എടുത്ത സമയത്ത് അതങ്ങനെ താഴെ വീണു കേട്ടോ. പിന്നെ വേഗം തന്നെ നമ്മൾ ചപ്പാത്തി പണിയെല്ലാം കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഏട്ടന് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് തന്നാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന സ്പെഷ്യലായിട്ടുള്ള ഒരു ഐറ്റം. സ്പെഷ്യൽ പറയാനൊന്നുമില്ല, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. കുറച്ച് നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ആപ്പിള്, അതിലേക്ക് പിന്നെ നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക ഫ്രൂട്ട്സൊക്കെ ഏട്ടൻ അരിഞ്ഞു തന്നു. നട്ട്സ് നമ്മുടെ അക്ഷയാണ് കേട്ടോ ചെയ്തെന്ന്. അത് ഒരുപാട് പൊടി പോലെ ആയി കേട്ടോ. ഇങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു എണ്ണത്തിന് 2-3 എണ്ണം ആക്കി എടുത്താൽ മതി. അവൾ അതിനെ ഭയങ്കര നൈസായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി ചപ്പാത്തി ഉണ്ടാക്കേണ്ട തിരക്കിലൊക്കെ ആയ കാരണം ശ്രദ്ധിച്ചില്ല കേട്ടോ. മുപ്പത്തേര് ആകെ കത്തി കൊണ്ട് തന്നെ എങ്ങനെ പൊടിയാക്കി തന്നാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ നെയ്യല്ല എന്താ പറയുക നമ്മുടെ തേൻ കേട്ടോ, അത് ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ കുട്ടികൾക്ക് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുകയാണ്.
അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ നമുക്ക് ഈ തേന് അക്ഷയുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി കൊടുത്തതാണ് കേട്ടോ. അവരിങ്ങനെ കാട്ടിലൊക്കെ പോയിട്ട് തേൻ എടുക്കാൻ പറഞ്ഞു. നല്ല നാച്ചുറലായിട്ടുള്ള തേനാണ്. അത് കഴിഞ്ഞു കേട്ടോ, ലാസ്റ്റായി. അപ്പോൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഇപ്പോൾ എടുക്കാൻ പോകുന്നില്ല പറഞ്ഞു കേട്ടോ. കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ പറഞ്ഞ് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ നെയ്യല്ല, വെറുതെ നെയ്യാണെന്നാണ് വരുന്നത് കേട്ടോ. നെയ്യല്ല, ആ തേനും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഞാൻ ചപ്പാത്തിയും അതുപോലെ നമ്മുടെ പീനട്ട് മസാലയും അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സും ഈ കുഞ്ഞ് ബൗളിൽ ഓരോ ബൗളും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തു. അതിന് ശേഷം പിന്നെ നമ്മുടെ കുക്കർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തീ കത്തിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി തന്നെ ഉടച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സിമ്പിളായിട്ടുള്ള ഒരു പരിപ്പ് രസമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളിയുടെ പുളിപ്പ് മാത്രമാണ് ഉണ്ടാവാറുള്ളത്. നിങ്ങൾക്കിനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മളിനി പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് തന്നെയാണ്. ഇതിലേക്ക് നമ്മൾ ഇടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും കൂടിയുള്ള മിക്സ് ചേർത്ത് കൊടുത്തു. ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതെല്ലാം കൂടെ കുക്കറിൽ വിസിലടിച്ചെടുത്തതായിരുന്നു. അതിന് ശേഷമാണ് കുരുമുളകിൻ്റെ അത് ചേർത്ത് കൊടുത്ത് പിന്നെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ മല്ലിയില ചേർത്ത് കൊടുത്ത് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ രസം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള കുക്കർ രസം റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പീനട്ട് മസാലയും ചപ്പാത്തിയും കണ്ടപ്പോൾ കുട്ടികൾക്ക് രണ്ടാൾക്കും ചോറ് വേണ്ട, ചപ്പാത്തിയും അതുപോലെ ഇതും മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് രണ്ടാൾക്കും ചപ്പാത്തിയും കറിയും ആക്കി കൊടുത്തു. പിന്നെ നമ്മൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിളായിട്ടുള്ള രസവും ഉപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ കുട്ടികൾക്ക് ചപ്പാത്തിയെല്ലാം ആക്കി കൊടുത്തു. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ രസമൊക്കെ ഒന്ന് ഒഴിച്ച് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടന് മാത്രമാണ് കേട്ടോ ചോറ് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ പിന്നെ വേഗം ഞാൻ അതെല്ലാം ഒഴിച്ച് മാറ്റിയെടുത്തു. നമ്മുടെ അക്ഷയ അങ്ങനെ വേഗം തന്നെ സ്കൂളിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ അക്ഷയ പോകുമ്പോഴേക്കും നമ്മുടെ ഏകദേശം പണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് കേട്ടോ നമ്മുടെ പണികൾ ചെയ്യുന്നത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതെല്ലാം റെഡിയായിട്ട് ഒന്ന് ടൗണിലേക്ക് പോകണം കേട്ടോ. എന്താ പറയുക, ഹോസ്പിറ്റലിലേക്ക് പോകണം. എനിക്ക് കുറച്ച് ദിവസമായി പിന്നെ ഒരേ തലവേദനയാണ് കേട്ടോ. അപ്പോൾ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതാണ്. കുറേ മരുന്നൊക്കെ കഴിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ നമുക്ക് വേഗം തന്നെ ഈ പണികളൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇത്രയും സ്പീഡിൽ വേഗം തന്നെ എല്ലാ പണിയും ചെയ്യുന്നത്. അങ്ങനെ ഞാൻ വേഗം തന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം നമ്മുടെ വെളി അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം വേഗം തന്നെ പോയി നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ്. എന്താ പറഞ്ഞാലോ, നമ്മൾ ഇതെല്ലാം ഒന്ന് ചെയ്തിട്ട് പോയാൽ തിരിച്ച് വരുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് വൃത്തിയായി കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇല്ലെങ്കിൽ പോയി വന്നു കഴിഞ്ഞാൽ ആകെ ഭയങ്കര വിഷമമായിരിക്കും. വന്ന് ഇത്രയും പണികൾ ഇനി ആദ്യമേ ചെയ്യണ്ടേ പറഞ്ഞിട്ട് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ പറ്റുന്നതെല്ലാം പോകുന്നതിന് മുമ്പ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയും ഒന്ന് വൃത്തിയാക്കി വെളിയും ഒന്ന് വൃത്തിയാക്കി കേട്ടോ. എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. പിന്നെ നമുക്ക് ഉള്ളൊന്നും അടിച്ചു പോരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ രാവിലെ ചപ്പാത്തിപ്പണി, അതുപോലെ നമ്മുടെ പീനട്ട് മസാല, ആ പീനട്ട് മസാലയ്ക്ക് വതക്കുന്നത് തന്നെ ഒരു സമയം എടുക്കും. പിന്നെ പോരാത്ത നമ്മുടെ അടുപ്പ് ഒന്നിൽ നമ്മൾ കത്തിക്കുമ്പോഴേ നന്നായി കത്തുള്ളൂ കേട്ടോ. രണ്ടെണ്ണത്തിൽ റെഡിയാവില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണികൾ തീരാനും ഇത്തിരി പ്രയാസമാണ് കേട്ടോ. അങ്ങനെ ഞാനും അശ്വിനും കൂടെ നമ്മുടെ വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാറ് ടാറ്റ കാട്ടിയാണ് കേട്ടോ. അപ്പോൾ അശ്വിൻ പറയണേ, അശ്വിൻ പോണത് കൂടെ കാണിക്കണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ശരി എന്നാൽ പിന്നെ അതുകൂടെ ആയിക്കോട്ടെ പറഞ്ഞു കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.